ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പൻശ്രീ അവർക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് 1638 സ്ക്വയർ ഫീറ്റും പോർച്ച് 269 269 സ്ക്വയർ ഫീറ്റുമാണ്. ഇതിൻ്റെ പ്ലാനിലേക്ക് കടന്നു വരുമ്പോൾ ഈ വരുന്നതാണ് നമ്മൾ സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ കയറി വരുന്നതാണ് ഈ ഫോയർ. ഈ ഫോയറിൽ നിന്ന് റൈറ്റ് തിരിയുമ്പോഴാണ് നമ്മുടെ ലിവിങ് റൂം. കാരണം ലിവിങ് റൂമിന് ആവശ്യമുള്ള പ്രൈവസി കിട്ടും. ഈ ഫോയറിൽ നിന്ന് കടന്നു വരുന്ന ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് കടക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ഡൈൻ ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്ലൈഡിംഗ് ഗ്ലാസ് ഡോറാണ് ഡൈൻ ഔട്ട്. ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ നമ്മളൊരു ഓപ്പൺ ആയിട്ടുള്ള രീതിയിലൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റൊക്കെ പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. നേരെ വന്ന് നമ്മളുടെ ഈ മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ഡ്രസ്സിംഗ് റൂം വരുന്നുണ്ട്, ടോയ്ലറ്റ് വരുന്നുണ്ട്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഇതെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ് നമ്മൾ ഈ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഒരു ബെഡ്റൂം, അതിനകത്തൊരു ടോയ്ലറ്റ്. കാരണം ഇതിനകത്ത് നമുക്ക് ഡ്രസ്സിംഗ് റൂമുണ്ട്, ഇതിനകത്ത് ഡ്രസ്സിംഗ് റൂമില്ല. ഇങ്ങനെ വന്നത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസും കയറി വരുന്നുണ്ട്. ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ വന്ന് കിച്ചൺ. ഈ കിച്ചൺ എന്നൊരു വർക്ക് ഏരിയ. വർക്ക് ഏരിയയിലാണ് നമ്മൾ പുകയില്ലാത്ത അടുപ്പെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് കണക്ട് ചെയ്തൊരു സ്റ്റോറ്. ഈ ഫയർ കിച്ചണിൽ തന്നെയാണ് നമ്മളൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വരുന്നൊരു ടോയ്ലറ്റ്. ഇത്രയും സൗകര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ. കാരണം ഒരു വാസ്തുവും ചെറുതായിട്ട് നോക്കണം എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള സൂത്രത്തിനുള്ള ഇതാണ് ഈ ഡോട്ടർ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഒബ്സ്ട്രക്ഷനില്ലാതെ നമുക്കൊരു ക്രോസ് വെന്റിലേഷനും അത് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ആ വരുന്നത്. ടോട്ടൽ ഈ വീടിൻ്റെ വീതി എന്ന് പറയുന്നത് 14.38 ആണ്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ 13.52. ഈ ഏരിയയിലാണ് നമ്മളിതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് 1166 1166 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. ഇത് സ്റ്റെയർ കേസ് നമ്മൾ ഇതിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ നേരെ വരുന്നത് ഇവിടെ വരുന്നത് നമ്മൾ താഴത്തെ ബെഡ്റൂമിൻ്റെ അതിൻ്റെ മുകളിൽ തന്നെ ബെഡ്റൂം, അതായത് സൗത്ത് വെസ്റ്റിലുള്ളത് അവിടെ ഒഴിച്ചിടാൻ പറ്റാത്ത രീതിയിൽ വാസ്തു പറയുന്നതിന് നമ്മളവിടെ ഒരു ബെഡ്റൂം. അത് കഴിഞ്ഞ് നമുക്കൊരു ഡ്രസ്സിങ്, ടോയ്ലറ്റ്. ഈ ഏരിയയിൽ നിന്ന് തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബെഡ്റൂമിന് ഒരു ടോയ്ലറ്റും അതേപോലെ അതിന് വെറ്റേരിയൻ ഡ്രൈ ഏരിയയും തിരിച്ചിട്ടുണ്ട്. ഈ വരുന്നതാണ് കോമൺ ഏരിയയിൽ തന്നെ ഒരു ബാൽക്കണി. ഇതാണ് നമ്മളുടെ ഈ ഒരു സിറ്റിംഗ് ഏരിയയിൽ നിന്ന് തന്നെ നമ്മളൊരു ഹോം തിയേറ്റർ. അതിന് പുറത്തേക്ക് ഒരു ഓപ്പൺ ടെറസിലേക്ക് കിടക്കാനുള്ള ഡോറും കൊടുത്തിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തുള്ള ഫസ്റ്റ് ഫ്ലോറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കുറച്ച് സ്ഥലം നമുക്ക് ഓപ്പൺ ടെറസ് ഉണ്ട്, അത് നമുക്ക് എലിവേഷനെ ഗുണം ചെയ്യുന്നുണ്ട്. ഈ വീടിന് നമ്മൾ 2 തരത്തിൽ എലിവേഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ടൈപ്പിൽ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വരുന്നൊരു ഏരിയയിൽ നമ്മൾ ഒരു പ്ലെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ ചെയ്തതിൽ ഒരു ട്രയാങ്കിൾ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ആ രീതിയിലുള്ളൊരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ടൈപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു 3D എലിവേഷൻ എന്ന് പറയുന്നത്. ഓവറോൾ കാണുമ്പോൾ ഈ രീതിയിലാണ് അത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ആ 3Dയിൽ നിന്നും വിഭിന്നമായി നമ്മൾ ഇതിനകത്തൊരു ട്രയാങ്കിൾ പോർഷൻ കൊടുത്ത് ഈ ഫ്രണ്ട് സൈഡിൽ. ഇതാണ് അതിനുള്ള ഒരു ഡിഫറൻസ്. ഇത് രണ്ടിൻ്റെയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ 3D എലിവേഷൻ വരുന്നത്. ഇത് 2 തരത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ് സെലക്ഷൻ ആയിട്ടില്ല, അതിനനുസരിച്ചിട്ടാണ് വർക്ക് പോകുന്നുണ്ടാകുക. ഇതാണ് രണ്ടാമത്തെ ടൈപ്പിലുള്ള ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇതാ എലിവേഷൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. കാരണം ഓരോന്നും വെച്ച് നമ്മളതിൻ്റെ 3D മോഡലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റിയൽ വ്യൂ. ഇതതിൻ്റെ കോർണർ വ്യൂ. ത്രീ ഡി മോഡലിന് പകരം നമ്മൾ ഫിസിക്കൽ മോഡലാണ് ഇത് വരുന്നത്. ഇത് ഓണറുടെ സൈഡ് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്.